വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024-25 ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 410 എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 411 മുതൽ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി പഠിക്കാം. അപ്പോൾ അതുമായി ഓരോ ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസിൻ്റെ അനുബന്ധമായ കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം. അപ്പോഴാണ് അത് പൂർണ്ണമാവുള്ളൂ. ഒരു റിവിഷനാണ്. ഓരോ ക്വസ്റ്റ്യൻസ് കൊടുക്കുക, അതിൻ്റെ അനുബന്ധ വിവരം കൂടി നോക്കുമ്പോൾ നമുക്കതൊരു നല്ല റിവിഷനായിട്ട് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തീരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ റിവിഷൻ ഇത്രയും കൂടി ഫാസ്റ്റായിട്ട് നടക്കും. വ്യത്യസ്ത മേഖല വായിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബോറടിക്കില്ല കേട്ടോ. സോ അങ്ങനെ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കാൻ, റെഫർ ചെയ്ത് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം സീരീസിൻ്റെ കാര്യം ആരും മറക്കരുത്. നമ്മൾ 20 സെറ്റാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്ത് നോക്കാം. പിന്നെ കൂടാതെ അതിൻ്റെ PDF-ഉം അവിടെ അവൈലബിൾ ആണ്. 20 സെറ്റിന് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്ത് ചോദിക്കുക കേട്ടോ, ചാനൽ നമ്പറിൽ. പിന്നെ കോപ്പറേറ്റീവ് ലോ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്കും ഒരു ബാച്ച് പോകുന്നുണ്ട്. കംപ്ലീറ്റ് ലോ മൊത്തം എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ അവിടെ വോയിസ് ക്ലാസ്സും PDF-ഉം എല്ലാം അവൈലബിൾ ആണ്. 500 രൂപയാണ് അതിൻ്റെ കോഴ്സ് ഫീ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ 50 സെറ്റ് ഈ ക്വസ്റ്റ്യൻസും പ്രീവിയസ് പ്ലസ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് അവിടെ അവൈലബിൾ ആണ്. സോ വേറെ 100 രൂപയുടെ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 500 രൂപയുടെ എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നമുക്ക് 411 തൊട്ട് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. ഇൻ ദ കേസ് ഓഫ് ഓപ്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ദ രജിസ്ട്രാർ ഷോൾ മേക്ക് ആൻ ഓർഡർ ഓഫ് കൺഫേമിംഗ് സെയിൽ ആഫ്റ്റർ ഡാഷ് ഡേയ്സ് ഓഫ് സെയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ നടത്തുകയാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇപ്പോൾ സൊസൈറ്റിക്ക് കിട്ടാണ്ടായി. അപ്പോൾ സൊസൈറ്റി എന്ത് ചെയ്യും, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യും അല്ലേ. മൂവബിളും അറ്റാച്ച് ചെയ്യാം, ഇമ്മൂവബിളും അറ്റാച്ച് ചെയ്യാം. ഇവിടെ പറഞ്ഞിട്ടുള്ള ഇമ്മൂവബിളിൻ്റെ കേസാണ്. ഇമ്മൂവബിൾ അറ്റാച്ച് ചെയ്തു, അത് ലേലത്തിന് വെച്ചു. അപ്പോൾ ലേലം ഒരാൾ വിളിച്ചെടുത്തു. അപ്പോൾ ആ സമയത്ത് രജിസ്ട്രാർ എന്ത് ചെയ്യണം, രജിസ്ട്രാറാണ് ഈ കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് സെയിലിൻ്റെ കൺഫർമേഷൻ കൊടുക്കുന്നത്. ഓക്കെ, രജിസ്ട്രാറാണ് ഓർഡർ കൊടുക്കുക. ഈ ഒരു കൺഫർമേഷൻ സെയിൽ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഓർഡർ പുറപ്പെടുവിക്കുക ആരാണ്, രജിസ്ട്രാറാണ്. അപ്പോൾ ഈ ഓർഡർ പുറപ്പെടുവിക്കുന്നത് സെയിൽ നടന്ന് എത്ര ദിവസത്തിന് ശേഷമാണെന്നാണ്. അപ്പം അതാണ് ആഫ്റ്റർ ഡേയ്സ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. കൺഫേമിംഗ് സെയിൽ രജിസ്ട്രാർ ഓർഡർ ചെയ്യുന്ന കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കുറച്ചധികം ഡേറ്റുകൾ വരുന്നുണ്ട്. സോ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ 30 days ആണ് ഇവിടെ വരുന്നത് കേട്ടോ. 30 days ഓഫ് സെയിൽ കഴിഞ്ഞാലാണ് ആരും പറയുക കൺഫേമിങ് ചെയ്യുക. ഉറപ്പ് വരണ്ടേ, സെയിൽ ഉറപ്പ് വരുത്തണം. ഇത് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ആൾക്ക് പിന്നെ എൻകംബറൻസും അങ്ങനത്തെ രേഖകളുണ്ടല്ലോ, ആ രേഖകളൊക്കെ ഉണ്ടാക്കാൻ കൊടുക്കാം. പിന്നെ ആളുടെ ആയി മാറിയത്. അടുത്തത് ദ സീൽ ഓഫ് ദ ട്രിബ്യൂണൽ ഷാൾ ബി യൂസ്ഡ് ഫോർ ദ പ്രീവിയസ് പെർമിഷൻ ഓഫ്. അപ്പോൾ ട്രിബ്യൂണലിൻ്റെ സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിബ്യൂണലിൻ്റെ ജനറൽ അഫെയേഴ്സ് എല്ലാം മാനേജ് ചെയ്യുന്നത് സെക്രട്ടറി തന്നെയാണ്. അപ്പോൾ സെക്രട്ടറി തന്നെയാണ് സീലൊക്കെ ഉപയോഗിക്കുക. പക്ഷേ സെക്രട്ടറി സീൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പ്രീവിയസ് ഒരാളുടെ പെർമിഷൻ വേണം. ആരുടെ പെർമിഷൻ ആയിരിക്കും, ട്രിബ്യൂണലിൻ്റെ തന്നെ അല്ലേ. ട്രിബ്യൂണലിന് ചോദിക്കാതെ ട്രിബ്യൂണലിൻ്റെ പിന്നെ സീലെടുത്തിട്ട് സെക്രട്ടറിക്ക് വേറെ എവിടെയെങ്കിലും പ്രയോഗിക്കാൻ പറ്റുമോ, പറ്റില്ല. അതാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ സെക്രട്ടറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ റെഫർ ചെയ്യേണ്ട 2 ഭാഗം. ഒന്ന് സെക്ഷൻ 28B ആണ്. സെക്ഷൻ 28Bയിൽ അത്യാവശ്യം പോയിന്റുകൾ പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് റൂൾ 35B ആണ്. അപ്പോൾ 2 ബികളാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 28Bയും അതുപോലെ 35Bയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ഓർത്ത് വയ്ക്കേണ്ടത് കേട്ടോ. 28Bയും 35Bയും. റൂളാണെങ്കിൽ 35B ആണ്. അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. 5 വർഷമാണ് ഈ ഒരു കാലാവധി പറയുന്നത്. 5 വർഷമാണ് അവരുടെ കാലാവധി. പിന്നെ ആദ്യം നമ്മുടെ SCUവിനും CCUവിൻ്റെയും ഇലക്ഷൻസ് ഒന്നും ഇവർ കണ്ടക്ട് ചെയ്തിരുന്നില്ല. ഇപ്പോൾ അമെൻമെൻറ്റ് വന്നതിന് ശേഷം അവരെ കൂടി ഉൾപ്പെടുത്തി. അപ്പോൾ ആരുടെയൊക്കെ ഇലക്ഷൻസാണ് ഇവർ കണ്ടക്ട് ചെയ്യുകയെന്ന് വെച്ചാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് SCUവിൻ്റെയും CCUവിൻ്റെയും ചെയ്യും. പിന്നെ അതുപോലെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി, ഈ ഇത്രയും ഇലക്ഷൻസ് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ഇതിൽ 3 മെമ്പേഴ്സാണ്. പ്രത്യേകം നോട്ട് ചെയ്യണം, നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സാണ്. ഇപ്പോൾ ഒരാൾ ചീഫാണ്, മറ്റ് 2 പേര് സാധാരണ കമ്മീഷണേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ചീഫിൻ്റെ ഒരു ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ആയിരിക്കണം എന്നൊരു വ്യവസ്ഥയുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചു കാണാറുള്ളതാണ്. പിന്നെയുള്ളത് മറ്റ് 2 ആൾക്കാരുണ്ടല്ലോ, അവർ അഡീഷണൽ രജിസ്റ്റർ കുറയാത്ത ആൾക്കാരായിരുന്നാൽ മതി. ഓക്കെ,
അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവരുടെ പീരീഡ് ഇവരുടെയൊക്കെ ആൾക്കാരുടെ പീരീഡ് നോക്കുകയാണെങ്കിൽ 5 വർഷമാണ്. 5 വർഷം മാത്രമല്ല 62 ഇയേഴ്സ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഏതാണോ ആദ്യം വരുന്നത് അപ്പോൾ അവർ പദവി ഒഴിവാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ധാരാളം ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തന്നെയാണ് 35B പറയുന്നത്. 35B എന്താ പറയണത് നോക്കാം. 35B സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്നൊരു ഹെഡോട് കൂടി തന്നെയാണ്. അപ്പോൾ അതിലാണ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ലോ ഡിപ്പാർട്ട്മെൻറ്റിലാണ് സ്റ്റേറ്റ് ചീഫ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 കമ്മീഷണേഴ്സിൻ്റെ കാര്യം അവിടെ നമ്മൾ പറഞ്ഞതാണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് പ്രത്യേക തരത്തിലുള്ള പവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സെക്രട്ടറി ആരായിരിക്കണം എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. ഹൂ ഷാൾ ബി ദ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിൻറ്റ് രജിസ്ട്രാർ. ജോയിൻറ്റ് രജിസ്ട്രാറിൽ കുറയാത്ത സഹകരണ വകുപ്പിൽ നിന്നും ജോയിൻറ്റ് രജിസ്ട്രാറിൽ കുറയാത്ത ആളാണ് ആര്? ഈ ഒരു സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് അതും സെക്രട്ടറിയുടെ ആ ഒരു തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആരാണ്? അവരുടെ നമ്മൾ പറഞ്ഞില്ലേ റൂള്, സബ് റൂള് 35B സബ് റൂള് 4 അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഹൂ ഷാൾ ബി എൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിൻറ്റ് രജിസ്ട്രാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജോയിൻറ്റ് രജിസ്ട്രാറിനെ എന്ത് ചെയ്യാം? ബബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. മനസ്സിലായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ടേം ഓഫ് ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ആർബിട്രേഷൻ കോർട്ടിൻ്റെ കാലാവധിയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആർബിട്രേഷൻ കോർട്ടിൻ്റെ കാലാവധിയാണ് ചോദിച്ചിട്ടുള്ളത്. 3 വർഷമാണ് കാലാവധി വന്നിട്ട്. അടുത്തത് ബൈലോ അമെൻമെൻറ്റ് റിഗാർഡിംഗ് ചേഞ്ച് ഓഫ് ലയബിലിറ്റി ഷാൾ ബി രജിസ്റ്റേർഡ് ഓൺലി ആഫ്റ്റർ ഗെറ്റിംഗ് ദ കൺസെപ്റ്റ് ഓഫ്. ആരുടെ സമ്മതം കിട്ടിയാൽ മാത്രമേ ബൈലോ അമെൻമെൻറ്റ് ചേഞ്ച് ഓഫ് ലയബിലിറ്റി മാറ്റണം എന്ന് വിചാരിക്കുക. ലയബിലിറ്റി മാറ്റുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആരുടെയൊക്കെ കൺസെൻറ്റ് വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരുടെയൊക്കെ കൺസെൻറ്റ് ആയിരിക്കും വേണ്ടി വരിക? മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സും ഉണ്ട്, മെമ്പേഴ്സും ഡെറ്റേഴ്സും ഉണ്ട്, ക്രെഡിറ്റേഴ്സും ഡെറ്റേഴ്സും ഉണ്ട്, ഓൾ ഓഫ് ദീസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഉത്തരം മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സും തന്നെയാണ്. ഓക്കെ, അപ്പോൾ മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സുമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ബൈലോ അമെൻഡ് ചെയ്യുമ്പം ചേഞ്ച് ഓഫ് ലയബിലിറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ കൺസെൻറ്റ് വേണം? ക്രെഡിറ്റർമാരുടെയും മെമ്പർമാരുടെയും കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അവാർഡ് പാസ്ഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ വിധിനെയാണ് ഈ അവാർഡ് എന്ന് പറയുക കേട്ടോ. ഷാൾ ബി ഫൈനൽ സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്തൊരു ചോദ്യമാണ് കേട്ടോ. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമോ നമുക്ക് ചിലപ്പോൾ തോന്നില്ലേ? ആ ഒരു മാതിരി ചോദ്യമാണ്. 82 പറയുന്നുണ്ട് കേട്ടോ. ഉത്തരം ഇവിടെ ഏതാ വരിക? 82 വരിക. അപ്പം നമുക്ക് ആ ഭാഗം ഏതിലാണെന്ന് നോക്കാം കേട്ടോ. 82 സെക്ഷൻ 82 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പീൽസ് ടു ട്രിബ്യൂണലാണ്. അപ്പീൽസ് ടു ട്രിബ്യൂണലിൽ സബ്സെക്ഷൻ 2 പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആൻ ഓർഡർ പാസ്ഡ് ബൈ ദ ട്രിബ്യൂണൽ അണ്ടർ സബ്സെക്ഷൻ 1 ഷാൾ ബി ഫൈനൽ. ട്രിബ്യൂണലിൻ്റെ ഓർഡർ ഫൈനൽ ആയിരിക്കും എന്ന് പ്രസ്താവിക്കുന്നത് എവിടെയാണോ? സെക്ഷൻ 82 അപ്പീൽസ് ടു ട്രിബ്യൂണൽ എന്നതിൽ അവസാനത്തെ 2ാമത്തെ ക്ലോസ് ആയിട്ടാണ് അത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം വരിക ഏതാണ്? 82 ഉത്തരം വരിക. 82 ഇവിടെ ഉത്തരമായിട്ട് വരിക. അടുത്തത് ദ ലിക്വിഡേറ്റർ ഷാൾ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് വിത്തിൻ എ പീരിയഡ് ഓഫ് ദ ഇയർ. പിന്നെ ഇനി വരുന്നത് ലിക്വിഡേറ്ററുടെ കാര്യമാണ്. അപ്പോൾ ലിക്വിഡേറ്റർ എത്ര നാൾക്കകം ലിക്വിഡേഷൻ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് നടത്തുമല്ലോ, അപ്പോൾ അത് എത്ര നാൾക്കകം വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 6 months ആണോ, അതോ 1 year ആണോ, 2 year ആണോ, 3 year ആണോ എന്ന്. അപ്പോൾ ദ ലിക്വിഡേറ്റർ ഷാൾ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് വിത്തിൻ എ പീരിയഡ് ഓഫ് 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ് ചെയ്ത് എത്ര 2 yearsനകം എന്ത് ചെയ്യണം? ഈ വൈൻഡിങ് അപ്പിൻ്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട റൂൾ എന്ന് പറയുന്നത് 69 കേട്ടോ. പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ബൈ ദ ലിക്വിഡേറ്റർ. ലിക്വിഡേറ്റർക്ക് പിന്നെ എടുക്കേണ്ട നടപടികളെ കുറിച്ചിട്ടാണ് കുറേ കാര്യങ്ങൾ അത് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ വരുന്നത് വിത്തിൻ എ പീരിയഡ് ഓഫ് 2 years ആണ് വരുന്നത് കേട്ടോ. വിത്തിൻ എ പീരിയഡ് ഓഫ് 2 years. അടുത്തത് ദ ഓഫീസർ ഓഫ് ആൻ അപ്പെക്സ് സൊസൈറ്റി ഹു കണ്ടക്ട് ദ ഇൻസ്പെക്ഷൻ ഷോൾ ഹാവ് ദ പവർ ടു റിപ്പോർട്ട്. ആർക്കാണത് റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരമുള്ളത്? ഓഫീസർ ഓഫ് ആൻ അപ്പെക്സ് സൊസൈറ്റി ഹു കണ്ടക്ട് ഇൻസ്പെക്ഷൻ ഷോൾ ഹാവ് ദ പവർ ടു റിപ്പോർട്ട്. ആരാണ്
റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആരാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? പരമാധികാരി രജിസ്ട്രാറാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രിബ്യൂണൽ ഷാൾ നോട്ട് കൺസിഡർ ദ റിവിഷൻ പെറ്റീഷൻ ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് എ സബ്ജക്റ്റ് മാറ്റർ ഓഫ്. അതായത് ട്രിബ്യൂണൽ റിവിഷൻ പെറ്റീഷൻ എടുക്കില്ല ഈ താഴെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അത് ഏത് കാര്യമാണെന്നാണ് പറഞ്ഞത്. ആപ്ലിക്കേഷനാണോ, റെപ്രസെൻറ്റേഷനാണോ, അപ്പീലാണോ, മെമ്മറാണ്ടമാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ട്രിബ്യൂണലിൽ കൺസിഡർ ഈ റിവിഷൻ പെറ്റീഷൻ പരിഗണനയിൽ ഇരിക്കുന്നതാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ റിവിഷൻ പെറ്റീഷൻ വേണ്ടിയിട്ട് നടത്താൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തത് നോക്കാം. ഇവിടെ അപ്പീലാണ് കേട്ടോ. അപ്പീലിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അടുത്തത്, ദർ ആർ ഡാഷ് മെമ്പേഴ്സ് ഇൻ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നതാണ് അടുത്ത ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പം നമുക്കറിയാം 13 മെമ്പേഴ്സാണ് ഉള്ളത് കേട്ടോ. CCUവിൽ 13 മെമ്പേഴ്സാണ്. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CCUവിൻ്റെയും SCUവിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷനും അവരുടെ റെക്കമെൻഡഡ് കമ്മിറ്റിയും ഒക്കെ ഓർത്തിരിക്കണം. ദ ട്രിബ്യൂണൽ ഷാൾ റിവ്യൂ ഇറ്റ്സ് ഓൺ ഓർഡർ ഓൺ ദ ഗ്രൗണ്ട് ഓഫ്. ട്രിബ്യൂണൽ റിവ്യൂ ചെയ്യുകയാണ് കേട്ടോ. ലീഗാലിറ്റി ആണോ, പ്രൊപ്രൈറ്റി ആണോ, ഡിസ്കവറി ഓഫ് ന്യൂ എവിഡൻസ് ആണോ, ബോത്ത് A and B ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. ട്രിബ്യൂണൽ ഷാൾ റിവ്യൂ ഇറ്റ്സ് ഓൺ ഓർഡർ. സ്വന്തം ഓർഡർ റിവ്യൂ ചെയ്യുക ട്രിബ്യൂണലിൽ അല്ലേ. അത് ഏത് പിന്നെ ഇതിൽ ഉറച്ചതാണെന്നാണ് അല്ലെങ്കിൽ അധിഷ്ഠിതമാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ. ലീഗാലിറ്റി ആണോ, പ്രൊപ്രൈറ്റി ആണോ, ഡിസ്കവറി ഓഫ് ന്യൂ എവിഡൻസ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പുതിയതായിട്ട് ഇവിടെ ഡിസ്കവറി ഓഫ് ന്യൂ എവിഡൻസ്. ഇപ്പോൾ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് അനുകൂലമില്ലാത്തൊരു വിധിയെ കിട്ടി, ആൾക്കത് റിവ്യൂവിന് കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ എന്തെങ്കിലും രേഖകൾ കൈവശമുണ്ടാവണം. ചിലപ്പം അന്ന് കാശ് കൊടുത്തു, പക്ഷെ അത് ബാങ്ക് സൂക്ഷിച്ചു വെച്ചില്ല, അങ്ങനെ വൗച്ചർ മിസ്സയച്ചാൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ നമുക്കത് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ എന്തെങ്കിലും പുതിയ ഈ എവിഡൻസ് ഡിസ്കവർ ചെയ്തെടുക്കുമ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്തത്, വിജിലൻസ് ഓഫീസർ ഷാൾ എൻക്വയർ കേസസ് ദാറ്റ് ആർ റെഫേർഡ് ടു ഹിം ബൈ. അത് വിജിലൻസ് ഓഫീസർ ഏത് കേസസ് ആണ് ഏറ്റെടുക്കുക. അപ്പോൾ മാനേജിങ് കമ്മിറ്റിയുടെ കേസ് എടുക്കുമോ, രജിസ്ട്രാർ ആണോ, ഗവൺമെൻറ് ആണോ, DC ആണ്. മാനേജിങ് കമ്മിറ്റിയുടെയും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് ഡിസ്കസ് ഒക്കെ ചെയ്യാറുള്ളത്. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിജിലൻസ് കമ്മീഷണറാണ് ഷോൾ എൻക്വയർ കേസസ് ദാറ്റ് ആർ പ്രിഫേർഡ് ടു ഹിം ബൈ. വിജിലൻസ് ഓഫീസർ കേസസ് എൻക്വയറി ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള റെഫർ ചെയ്യുക, രജിസ്ട്രാർ റെഫർ ചെയ്ത കേസുകൾ മാത്രമേ ആളെടുക്കുള്ളൂ കേട്ടോ. വേറെ ആര് റെഫർ ചെയ്ത് കൊടുത്താലും ആളെടുക്കില്ല. ഓക്കെ. രജിസ്ട്രാർ ഓഫീസിൽ തന്നെയാണ് ഇവരുടെ ഓഫീസും വരുന്നത്. ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണെന്ന് പറഞ്ഞു. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടൂള് വർക്കിംഗ് ക്യാപിറ്റലാണോ. പ്രോഫിറ്റബിലിറ്റി, സോൾവൻസി, ലിക്വിഡിറ്റി ഒന്നും അതുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ അനാലിസിസ് കിട്ടേണ്ടതാണ് കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക, വർക്കിംഗ് ക്യാപിറ്റൽ അനാലിസിസ്. അടുത്തത്, എ ട്രാൻസാക്ഷൻ ദാറ്റ് ഡസ് നോട്ട് മേക്ക് എനി ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ. ഏത് പൊസിഷനിലാണെന്ന് പറഞ്ഞത് ഒരു ചേഞ്ചും വരത്തില്ല എന്ന്. വന്നാലും പോയാലും നമ്മൾ കൂടും കുറയൊക്കെ ചെയ്യും. ഇവിടെ ഒരു മാറ്റവും വരത്തില്ല. അത് ഏത് തരം ക്യാപിറ്റൽ പൊസിഷൻ, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പൊസിഷനാണ്. ഇൻഫ്ലോ ആണോ, ഔട്ട്ഫ്ലോ ആണോ, നോൺ ഫണ്ട് ആണോ, ഇൻഫ്ലോ ഓഫ് ക്യാഷ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഏത് ഫ്ലോ ആണെന്ന് നമുക്ക് എഴുതാം. നോൺ ഫണ്ട് ട്രാൻസാക്ഷൻസ് ആണ്. നോൺ ഫണ്ട് ട്രാൻസാക്ഷൻസ് ആണ് ഈ ഒരു ഭാഗത്ത് എടുക്കുന്നത്. എ നോൺ ഫണ്ട് ട്രാൻസാക്ഷൻ ഈസ് വൺ ദാറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷനെ അഫക്റ്റ് ചെയ്യില്ല. ദീസ് ആർ ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻസ് വേർ ബോത്ത് ദ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് സൈഡ്സ് ഇൻവോൾവ് ഐദർ ഓൺലി കറണ്ട് ഐറ്റംസ് ഓർ ഓൺലി നോൺ കറണ്ട് ഐറ്റംസ്. Since there is no net effect on current assets or current liabilities, the working capital remains unchanged. മാറ്റങ്ങളൊന്നുമില്ലാതെ ഫണ്ട് കൈമാറ്റം ചെയ്യാനും എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഫണ്ട് ഫ്ലോ. ആൻ എമൗണ്ട് സ്പെൻഡ് ഫോർ എറക്ഷൻ ഓഫ് ബിൽഡിംഗ് ഈസ് ഡെബിറ്റഡ് ഇൻ ദ റിപ്പയേഴ്സ് അക്കൗണ്ട്. ഇത് ഏത് തരം തെറ്റാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ദ എമൗണ്ട് സ്പെൻഡ് ഫോർ എറക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് ഈസ് ഡെബിറ്റഡ് ഇൻ ദ റിപ്പയേഴ്സ് അക്കൗണ്ട്സ്. ഇറ്റ് ഈസ് ആൻ എറർ ഓഫ്.
ഇതിൻ്റെ ഒരു തീം തന്നെ തെറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആയിട്ടാണ് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിങ്കിങ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് ആണ്. സിങ്കിങ് ഫണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ സിങ്കിങ് ഫണ്ടിൻ്റെ മെത്തേഡാണ് നമ്മൾ ഇവിടെ KSRTCയിലൊക്കെ യൂസ് ചെയ്യുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണത് സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് എപ്പോഴും ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ സിങ്കിങ് ഫണ്ട് ഈസ് എ റിസർവ് ക്രിയേറ്റഡ് ബൈ സെറ്റിംഗ് അസൈഡ് മണി റെഗുലർലി ഓവർ ടൈം ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ദ മെയിൻ പർപ്പസ്, എന്തൊക്കെ പർപ്പസാണ് പ്രധാനമായിട്ട് വെച്ചാൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് എ ഫിക്സഡ് അസറ്റ് ഉണ്ട്, അതുപോലെ മെഷീനറി എക്യുപ്മെൻറ്റ് അവരുടെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്ത് പുതുത് വാങ്ങിക്കുക, റീപേയ്മെൻറ്റ് ഓഫ് എ ലോങ് ടേം ലയബിലിറ്റി സച്ച് ആസ് ഡിബെഞ്ചേഴ്സ് ആസ് ലോങ് ടേം ലോൺസ്. ഓക്കെ, അപ്പോൾ അതാണ് സിങ്കിങ് ഫണ്ട്. അപ്പോൾ സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിപ്രിസിയേഷനിൽ കോപ്പറേറ്റീവ് ബാങ്കിന് പറയാറുള്ളത്. അപ്പോൾ ഡിപ്രിസിയേഷൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രിസിയേഷൻ സിങ്കിങ് ഫണ്ടാണ് ഉപയോഗിക്കുക. ഡിപ്രിസിയേഷൻ മെത്തേഡ് സിങ്കിങ് ഫണ്ടാണ്. അപ്പോൾ അതായത് ഒരു കറക്റ്റ് എമൗണ്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ക്രെഡിറ്റ് ചെയ്തിടും. എന്നിട്ട് പിന്നെ ഒരുമിച്ച് ആകുമ്പോഴാണ് അതെടുത്തിട്ട് ഡിപ്രിസിയേഷന് വേണ്ടി ചിലവാക്കുന്നത്. ഓരോ വർഷം അവർക്ക് ഇത്ര ഒരു ഇത് ഇട്ടിട്ടുണ്ടാവുമല്ലോ, പലിശ നിരക്ക് ഇട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവരത് ഈടാക്കുക. ഓക്കെ, അടുത്തത് പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്. ഫോർഫീറ്റ് ചെയ്ത ഷെയർ റീഇഷ്യൂ ചെയ്തു. പ്രോഫിറ്റ് ട്രേഡ് പ്രോഫിറ്റ് ആണോ, ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണോ, റവന്യൂ ഇൻകം ആണോ, സീക്രട്ട് റിസർവ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ റീഇഷ്യൂ ഫോർഫീറ്റഡ് ഷെയർസിൻ്റെ റീഇഷ്യൂവിൻ്റെ ലാഭവുമായി ബന്ധപ്പെട്ട് വരുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് കേട്ടോ. ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത്, എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു റീകൺസൈൽ ദ ഡാഷ് ആസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. കുറേ വിശാലമായിട്ടുള്ള ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് ബുക്ക്, അതിൻ്റെ പാസ്ബുക്ക് ഉണ്ടല്ലോ, ബാലൻസിനെ കുറിച്ചിട്ടാണ് വ്യതിയാനം ഉണ്ടായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ക്യാഷ് ബാലൻസ് ആൻഡ് ദ ബാങ്ക് ബാലൻസ് ഇൻ ദ ക്യാഷ് ബുക്ക്, ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് ബാലൻസ്, നൺ ഓഫ് ദിസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു റീകൺസീലിയൻ ദ ഡാഷ് ആസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരിക ഏതാണ്? ഉത്തരമായിട്ട് വരിക ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു റീകൺസൈൽ എന്നാണ് പറഞ്ഞത്. ആസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ ക്യാഷ് ബുക്കും പാസ്ബുക്കും അത് തന്നെയാണ് കേട്ടോ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്, ദ എൻട്രീസ് ഇൻ ദ റിട്ടേൺസ് ഔട്ട്വേർഡ് ബുക്ക്. റിട്ടേൺസ് ഔട്ട്വേർഡ് ബുക്കിലെ എൻട്രീസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എൻട്രീസ് ഇൻ ദ റിട്ടേൺസ് ഔട്ട്വേർഡ് ബുക്ക് ഈസ് റെക്കോർഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡെബിറ്റ് നോട്ടിലാണ് അവർ വർക്ക് ചെയ്യുന്നത് കേട്ടോ, ഡെബിറ്റ് നോട്ടിൽ. അടുത്തത്, എ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഡീൽസ് വിത്ത്. ഒരു മാനുഫാക്ചർ കമ്പനി അല്ലെങ്കിൽ അക്കൗണ്ട് എന്താണ് ഡീൽ ചെയ്യുന്നത്? ഫിനിഷ്ഡ് ഗുഡ്സ് ആണോ, റോ മെറ്റീരിയൽസ് ആണോ, മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ആണോ, റോ മെറ്റീരിയൽസ് ആൻഡ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് രണ്ടും കൂടി ഉള്ളതാണോ മാനുഫാക്ചറിങ് അക്കൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ? ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. റോ മെറ്റീരിയൽസ് ആൻഡ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, റോ മെറ്റീരിയൽ ആൻഡ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് അതാണിപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ കടന്നുപോയി. പിന്നെ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്താണ്? റോ മെറ്റീരിയൽസ് ആൻഡ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക കേട്ടോ. ഓക്കെ, കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നല്ല ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക്